ഹേയ് ഹലോ. അപ്പോൾ നമുക്കൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? അപ്പോൾ ഞാൻ 3 ഷോർട്സ് ആയിട്ടാണ് ഇടുന്നത്. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ആയിട്ട്. കാരണം എല്ലാം കൂടി ഒറ്റ ഷോർട്സ് കൊള്ളത്തില്ല. പിന്നെ മറ്റേ ലോങ് വീഡിയോ ഇടാൻ വേണ്ടി വരുമ്പോഴത്തേനും എനിക്കിത് സെറ്റ് ആവുന്നില്ല എന്തോ. അപ്പോൾ ഞാൻ വിളിച്ച് 3 പാർട്ടായിട്ട് ഇടാമെന്ന്. രാവിലെ തന്നെ ഇതാ ഉറക്കത്തിന് എണീറ്റ് ഞാനിങ്ങനെയാണ് കേട്ടോ. ഉറക്കത്തിന് എണീറ്റ് വന്നിട്ട് എന്താണ് രാവിലെ കഴിക്കാനുള്ളതെന്നൊക്കെ നോക്കിയിട്ടാണ് പോയി പല്ലേപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്നിട്ട് വന്ന വഴി തന്നെ തുണികൾ കുറച്ച് മെഷീനിലിടാനുണ്ടായിരുന്നു. വീട്ടിലിടുന്ന തുണികൾ മാത്രമേ ഞാൻ മെഷീനിലിടുള്ളൂ. ബാക്കിയുള്ള തുണികൾ കല്ലേ പോയി അലക്കണം. സോ കുറച്ച് തുണികളൊക്കെ മെഷീനിലിട്ട് വെള്ളം നിറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പല്ലേക്കാൻ പോകുന്നത്. അപ്പോൾ അതാ ആ ഒരു പണി അവിടെ കഴിഞ്ഞ് കിട്ടുമ്പോൾ തന്നെ നമ്മുടെ പല്ലേപ്പും പരിപാടികളൊക്കെ കഴിഞ്ഞ് കിട്ടുമല്ലോ. സോ നമ്മളെങ്ങനെ എല്ലാം എന്ത് ചെയ്യാനെന്ന് ഞാൻ ഭയങ്കര കഴിവുള്ള ഒരാളായിപ്പോയി. അങ്ങനെ അതാ പിന്നെ പല്ലേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഫുഡ് മമ്മി രാവിലെ കമ്പനി പോയപ്പോൾ തന്നെ ഫുഡ് ഉണ്ടാക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. 2 ദിവസം അവധി ആയതുകൊണ്ട് നല്ല ഉറക്കം ഉറങ്ങി 9:30-10 മണിയായപ്പോഴാണ് എണീറ്റ് വരുന്നത് തന്നെ. അപ്പോൾ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ലല്ലോ. നമുക്കൊരു ദിവസം അവധി കിട്ടുമ്പോഴല്ലേ ഇങ്ങനെ കിടന്ന് ഉറങ്ങാൻ പറ്റത്തുള്ളൂ. ഞാൻ പോൺസിൻ്റെ ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഫേസ് വാഷ്. നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ മുഖത്തിന് അടിപൊളിയാണ്. ഞാനങ്ങനെ മുഖത്ത് ഒത്തിരി സാധനങ്ങളൊന്നും യൂസ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ ഫേസ് വാഷ് ഇട്ട് എപ്പോഴും ഞാൻ മുഖം കഴുകും. ഞാനിപ്പോൾ ഫേസ് വാഷ് കാണുമ്പോൾ പിന്നെ രാവിലെ കുളിയും പോലും വിചാരിക്കും കേട്ടോ. കുറച്ച് പണികൾ തീർക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇതിൻ്റെ ചായക്ക് നല്ല അടിപൊളി അപ്പവും സ്റ്റൂ കറിയായിരുന്നു ഗായ്സ്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വലിയ ഇഷ്ടമില്ലാത്ത ഒരാളായതുകൊണ്ടാണ് ഒരു ഇതെടുത്തായിട്ടോ. പിന്നെ കാടമുട്ട പിഴുതിണ്ടായിരുന്നു 4 അതും കഴിച്ചു. അപ്പോൾ അടിപൊളി അപ്പം എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് അപ്പമായിരുന്നു ഗൈസ്. നല്ല ടേസ്റ്റുള്ള അപ്പമായിരുന്നു. നല്ല സ്റ്റൂ കറിയും നല്ല അടിപൊളിയായിരുന്നു. മമ്മി പിന്നെ ഉണ്ടാക്കിയിട്ട് പോയതുകൊണ്ട് നമുക്ക് അതിന് പ്രത്യേകിച്ച് വേറെ പണിയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ ചായ എനിക്ക് പൊതുവെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ചായ തിളപ്പിക്കാനോ കുടിക്കാനോ ഒന്നും നിന്നിട്ടില്ല. അതിനുശേഷം ഞാൻ കുറച്ച് വെള്ളമാണ് കുടിച്ചത്. കാരണം ചായ ഒന്നാമത്തെ കേസ് മടിയാണെന്നേ, ഉണ്ടാക്കാൻ വയ്യ, അതന്നെ കാര്യം. അതുകൊണ്ടല്ല കേട്ടോ കേസ്, എനിക്ക് ചായനോട് വലിയ താല്പര്യമൊന്നുമില്ല. കിട്ടിയാൽ കുടിക്കുമെന്നല്ലാണ്ട് ഞാനൊരു ചായ അഡിക്റ്റ് അല്ല. സോ ഞാൻ വെള്ളമാണ് കുടിച്ചത് കേട്ടോ. അങ്ങനെ ടി വി ഒക്കെ കണ്ടിരുന്നിട്ടാണ് ഫുഡൊക്കെ കഴിച്ചത് കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് തുണികൾ കല്ലേൽ അലക്കാനുണ്ടായിരുന്നു. ഞാൻ കല്ലിൻ്റെ വീട്ടിൽ പോയി നോക്കിയപ്പോൾ ഒടുക്കത്തെ വെയിൽ. അവിടെ നിന്ന് ഞാൻ കരിഞ്ഞു പോകുന്നു മനസ്സിലായ സ്ഥിതിക്ക് തുണി എടുത്തുകൊണ്ട് തറവാട്ടിലോട്ട് പോയി. അവിടെ ആകുമ്പോൾ കല്ലിൻ്റെ വീട്ടിൽ തണലുണ്ടായിരുന്നു. ചുറ്റും മരങ്ങളായതുകൊണ്ടേ നമ്മുടെ വീടിൻ്റെ ബാക്ക് മരങ്ങളൊക്കെ വെട്ടിയതുകൊണ്ടാണ് കല്ലിൻ്റെ ഉള്ളിൽ അത്രയും വെയിൽ വന്നത്. പോണയ്ക്ക് നമ്മുടെ ജിക്കോടെ കിടപ്പുണ്ട്. നമ്മുടെ ജിക്കുവിനായിട്ട് നിങ്ങളിപ്പോൾ കുറച്ച് മുമ്പ് കണ്ടത്. അപ്പോൾ തറവാട്ടിൽ വന്ന് തുണി അലക്കും കാര്യങ്ങളൊക്കെ നടത്തിയേക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ആകുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേന് ഇവിടെയും വെയിലായി തുടങ്ങും. അതിന് മുന്നേ അവൻ തുണി അലക്കിയില്ലാന്നുണ്ടെങ്കിൽ ശരിയാകത്തില്ല എന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ ഞാൻ വേഗം വന്ന് തുണിയൊക്കെ അലക്കിയിട്ടോ. നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കില്ലേ, നമ്മുടെ കാലിലുള്ള ചെരുപ്പൊക്കെ ചിലപ്പോൾ പപ്പയുടെ അല്ലെങ്കിൽ മമ്മിയുടെ അല്ലെങ്കിൽ ചേട്ടൻ്റെ സ്വന്തം സാധനങ്ങളൊന്നും ഇടാനുള്ള യാതൊരു വഴിയില്ലല്ലോ. ഞാൻ അങ്ങനെയാണ് കേട്ടോ. പപ്പയുടെ ചെരുപ്പാണ് കാലിലിട്ടുകൊണ്ട് വന്നേക്കണത് തന്നെ. അപ്പോൾ തുണികൾക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തുണി പിന്നെ വിടർത്തിയിടുന്ന പരിപാടി കാര്യം ഉണ്ടായുള്ളൂ. അപ്പോൾ നമ്മുടെ മെഷീനിൽ കിടക്കുന്ന തുണിയും കൂടി ആവും. അപ്പോൾ ഈ ഒരു ഷോർട്സിൽ കുറച്ചല്ലേ കാണിക്കാൻ പറ്റത്തുള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ഷോർട്സിലൂടെയും കാണാം. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ കാണുന്നവരൊക്കെ ഒന്നങ്ങ് സബ്സ്ക്രൈബ് ചെയ്യുന്നേ. നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിലും എനിക്കതൊരു സന്തോഷമല്ലേ. എന്നെക്കൊണ്ട് വയ്യ. തുണികൾക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് തുണി വിടർത്തിയിട്ട് എനിക്ക് കംഫോർട്ട് മുക്കില്ല എന്നുണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല ഗൈസ്. അങ്ങനെ കംഫോർട്ടിൽ മുക്കി തുണിയൊക്കെ വിടർത്തിയിട്ടു. അപ്പോൾ അടുത്ത ഷോർട്സ് നാളെ കാണാം. ടാറ്റ ബൈ, സീ യു.